വെൽക്കം ബാക്ക് ടു ടൈസൺ ഒഫീഷ്യൽ മലയാളം വ്ളോഗ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസിക് മോഡിഫൈ ചെയ്യാൻ പോകണം. നമ്മുടെ ക്ലാസിക് മോഡിഫൈ ചെയ്ത കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തതാണെങ്കിൽ നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെയും കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബുള്ളറ്റിനെ കുറേയധികം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലീഗലായിട്ട്. അപ്പോൾ ഇപ്പം വീണ്ടും നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ബുള്ളറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്ര മോഡിഫൈ ചെയ്തിട്ടും നമുക്ക് അങ്ങോട്ട് മതി വരില്ല. നമ്മളങ്ങോട്ട് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് വണ്ടിപ്രാന്തന്മാർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് പാർട്സൊക്കെയും പ്ലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ പെയിൻറ്റൊക്കെയും കളഞ്ഞ് അല്ലാനുമില്ല കുറച്ച് പാർട്സ് ആ പെയിൻറ്റൊക്കെയും കളഞ്ഞ് പ്ലേറ്റ് ചെയ്യുമ്പോൾ വേറൊരു പുതിയ ലുക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസൊക്കെയും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ബുള്ളറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ മോഡിഫൈ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിലെ ഈ പാർട്സ് ഫിറ്റ് ചെയ്തു. ഇത് ഒരു സപ്പോർട്ടും കൂടി ബാക്കിൽ ഇരിക്കണ ആൾക്ക് ഒരു ബാക്കിലൊരു സപ്പോർട്ടും കൂടി വരും. അതിപ്പോൾ അയച്ചു വെച്ചേക്കാണ്. പിന്നെ നമ്മൾ ചെയ്തത് എൻജിൻ്റെ സൈഡിലെ കുറേയധികം ചെയ്തിട്ടുണ്ട്. എൻജിൻ സം ഗാർഡ്, എൻജിൻ ഗാർഡ്, അങ്ങനെ കുറേയധികം സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അധികം ബുള്ളറ്റിലൊന്നും കണ്ടിട്ടില്ല. ഈ പാർട്സ് മുന്നേ അവൈലബിൾ ആയിരുന്ന സമയത്ത് പോലും ഞാൻ ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനത്തെ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ടാങ്ക് പാഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ടാങ്ക് പാഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടാങ്ക് മൊത്തം ഒരു കവറിങ്ങാണ്, ഒരു വലിയൊരു ടാങ്കായിട്ട് തോന്നിയത്. അങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസും കൂടി പ്ലേറ്റ് ചെയ്യാൻ കൊണ്ടുപോകണം. അപ്പോൾ ഇതിൻ്റെ ലുക്ക് തന്നെ വേറൊരു ലുക്കും കൂടി ഉണ്ടാവും. പ്ലേറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ നല്ല വെയിലത്തേക്കും പോകുമ്പോൾ നല്ല തിളക്കം പളവളാന്നിരിക്കും. അപ്പോൾ അത് ചെയ്യാനാണ് പോണേ. അപ്പോൾ നമ്മൾ കുറച്ചധികം പാർട്സ് ഇത് അയച്ചിട്ടാണ് ആ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലേറ്റ് ചെയ്യാൻ പോണ പാർട്സ് എന്ന് വെച്ചാൽ ഈ ഹാൻഡിലിൻ്റെ ബ്രേക്കിൻ്റെ ഹാൻഡിലാണ്. ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും ഹാൻഡിലാണ് നമ്മൾ ആദ്യമായിട്ട് പ്ലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഇത് അയച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ പാർട്സൊക്കെ അയച്ച് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ പാർട്സ് അയച്ചതെന്ന് വെച്ചാൽ ഈ ഹാൻഡിലിൻ്റെ ലിവറുകൾ 2 അയച്ചിട്ടുണ്ട്, ബാറൻറ്റ് അയച്ച് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടി അയച്ച് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ കുറച്ച് ഡിലേ ആയി. അവിടെ പ്ലേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് തിരക്കായ കാരണം നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. ചിലപ്പോൾ പെട്ടെന്നൊക്കെയും കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്.
ആദ്യമായിട്ട് നമ്മൾ പ്ലേറ്റ് ചെയ്തത് ഇതിൻ്റെ ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ നമ്മൾ പ്ലേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഈ ബാറിൻ്റെ നമ്മൾ പ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഒരു നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് പ്ലേറ്റ് ചെയ്ത് ബാക്കിൽ ഈ സീറ്റ് ഇരിക്കുന്ന ഈ ബ്രാക്കറ്റാണ് നമ്മൾ പ്ലേറ്റ് ചെയ്തത്. ഇത് ഞാൻ ചെയ്തത് നമ്മൾ ഈ ബുള്ളറ്റ് ട്രെയിൽസ് ഇല്ലേ, ആ മോഡലിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ചേസിക്ക് വേറെ പെയിൻ്റാണ്. എന്നിരുന്നാൽ ആ ഒരു മോഡലിൽ കണ്ട പോലെയാണ് ഞാൻ ചെയ്തത്. അത് ഇതുപോലെ ക്രോമൊന്നുമല്ല, നമ്മളത് ഇങ്ങനെ ചെയ്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ക്രോം ഫിനിഷായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ലുക്ക് ശരിക്കും ഇരിക്കുന്നത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു പ്ലേറ്റ് ചെയ്ത ഒരു ഭാഗം നമുക്ക് കാണാം. പിന്നെ ആ സ്പ്രിങ്, റിയൽ ഷോക്ക്, പിന്നെ ഈ സൈലൻസറും മൊത്തം ഇങ്ങനെ പ്ലേറ്റ് ചെയ്ത കാരണം നമുക്ക് ഒരു നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ചെയ്തത് ഇവിടെ ഒരു ടെമ്പറേച്ചർ ഗേജ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരു ചെറിയൊരു ടെമ്പറേച്ചർ ഗേജ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം വർക്ക് ചെയ്തെന്ന് നമുക്കറിയില്ല. ഞാനത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്തത് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കുന്ന ഈ റിസർവോയറിൻ്റെ ക്യാപ്പ് നമ്മൾ മാറ്റി. അപ്പോൾ അതൊരു ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ പാർട്സാണ്. ഈ ഹാൻഡിലിൻ്റെ ബാറൻറ്റും പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ലിവറും ഇതും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് ഈ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ ഇത്രയും വർക്കാണ് നമ്മൾ ഇപ്രാവശ്യം ബുള്ളറ്റിന് ചെയ്തത്. നമുക്ക് ഈ സീറ്റിൻ്റെ ഈ ബ്രാക്കറ്റും പിന്നെ അതുപോലെ തന്നെ ബാറൻറ്റും ഈ ബ്രേക്ക് ലിവറും ചെയ്തതിന് ഏകദേശം കോസ്റ്റ് എന്ന് വെച്ചാൽ 800 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.